തീർച്ചയായും ജോർജ് സാർ ഇവിടെ ആമുഖമായി 3 അതിഥികളും പറഞ്ഞത് സാർ കേട്ടു. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റം ഇനിയും ഉണ്ടാകണമെന്നുള്ളതാണ് സാറിനെ പോലുള്ളവർ എപ്പോഴും പറയാറുള്ളത്. നമ്മൾ നമ്പർ 1 ആണ് എല്ലാ കാര്യത്തിലെന്ന് പറയുമ്പോഴും എന്തൊക്കെയാണ് ഇത് കൂട്ടിച്ചേർക്കേണ്ടതെന്നുള്ളത് പല ചർച്ചകളിലും സാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു പദ്ധതി വരുമ്പോൾ അത് നഷ്ടമാകാതെ അടിയന്തരമായി അതിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഗൗരവമുള്ള ഇടപെടലുകൾ വേണമെങ്കിൽ അത് ചെയ്യാം. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല എന്നുള്ള കൺസേൺ ഇവിടെ 2 അതിഥികളും പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ട് അത്തരം ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല? സ്കൂളുകൾക്ക് ഒരുപക്ഷെ ആദ്യ ഘട്ടത്തിൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ എന്നുള്ള കണക്കൂടെ പറയുകയാണ്. കൂടുതൽ ദിവസങ്ങളിൽ കൂടുതൽ സ്കൂളുകളിലേക്ക് അതിന്റെ ഗുണഫലങ്ങൾ എത്തുമെങ്കിൽ ആ വഴിക്കുള്ള ശ്രമങ്ങൾ കൂടി നടത്തേണ്ടതല്ലേ? എങ്ങനെയാണ് സാറിന് എന്താണ് തോന്നുന്നത്? ലക്ഷ്മി, ഞാൻ ഈ വിഷയത്തെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്തെ 1-2 ലളിതമായിട്ടുള്ള കണക്കുകൾ തുടക്കത്തിൽ പറയാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2022 സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെടുന്നത്. അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുന്നത് 2020-ലാണ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് അവധാനതയോടുകൂടി കുറേ പഠനങ്ങളൊക്കെ നടത്തിയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ പറയുന്ന പ്രധാനമന്ത്രി ഈ ഫോർ ഹയർ സ്കൂൾസ് ഫോർ ഹയർ ഇംപ്രൂവ്മെൻ്റ് എന്നുള്ള പറയുന്ന ഈ PM3 എന്ന് പറയുന്നതായ ഹയർ റൈസിംഗ് എന്ന് പറയുന്ന സ്കീം കൊണ്ടുവരുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇതൊരു പഞ്ചവത്സര പദ്ധതിയാണ് ലക്ഷ്മി. അതായത് 2022-23 ആരംഭിച്ച് 2026-27 അവസാനിക്കുന്നതായിട്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതിയായിട്ടാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ 14,500 സ്കൂളുകളെയാണ് ഇവർ തിരഞ്ഞെടുക്കാനായി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫലമായി അവരുടെ ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 20 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എന്നാണ് ഏകദേശമായിട്ടുള്ള കണക്ക്. അപ്പോൾ ഇവിടെ നാം കാണേണ്ടത് ആ കൂട്ടത്തിൽ ഈ 14,500 സ്കൂളുകളുടെ കൂട്ടത്തിൽ കേരളത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത് 336 സ്കൂളുകളാണ്. ഈ 336 സ്കൂളുകൾക്ക് ഇപ്പോഴത്തെ പദ്ധതി അനുസരിച്ച് 85 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ശരാശരി ഒരു വർഷം നൽകാമെന്നാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലക്ഷ്മി കാണേണ്ടതായിട്ടുള്ള ഒരു വലിയ സംഗതി, ഇപ്പോൾ 3 വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 2022-23 ആരംഭിച്ചിട്ട് ഇനിയും നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന അധ്യയന വർഷം എന്ന് പറയുന്നത് 2025-26 ആണ്. 26-27 കൂടി ഈ പദ്ധതി അവസാനിക്കുന്നു. അത് നീട്ടുപോയില്ലയോ എന്നുള്ള രണ്ടാമത്തെ വിഷയം ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ചെറിയ കണക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വർഷം 336 സ്കൂളുകൾക്ക് ഏകദേശം ശരാശരി 336 കോടി രൂപയായിരുന്നു കേരള സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയിരുന്നത്. അങ്ങനെ വരുമ്പോൾ 336-നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ശരാശരി 1000 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതി ഇതുവരെ നടപ്പാക്കാത്തതിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കേവലമായ ഒരു കണക്കുണ്ട്. ഇനിയും 2 വർഷം തുടർന്നാൽ നമുക്ക് ഇത് അംഗീകരിക്കുകയാണെങ്കിൽ കിട്ടാൻ പോകുന്നത് എന്ന് പറയുന്നത് കേവലം 600 കോടി രൂപ മാത്രമാണ്. എനിക്ക് തോന്നുന്നു യാതൊരു കാരണവശാലും കഴിഞ്ഞുപോയ 3 വർഷത്തെ കുടിശ്ശിക ഇനി ഇപ്പോൾ നടപ്പാക്കിയാൽ പോലും തരും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഒരു ഭീമമായ നഷ്ടം 1000 കോടി രൂപയോളം കേരള സംസ്ഥാനത്തെ 336 സ്കൂളുകളുടെ വികസനത്തിനായി ലഭിക്കേണ്ടിയിരിക്കുന്നത് നഷ്ടപ്പെട്ടു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മളൊരു പ്രതിസന്ധിയിൽ ഇപ്പോഴും നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ ലക്ഷ്മി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ CPI മന്ത്രിമാർ ക്യാബിനറ്റിൽ ഈ വിഷയത്തെക്കുറിച്ച് തൽക്കാലം തീരുമാനമെടുക്കേണ്ട എന്ന നിലപാടെടുത്തിരിക്കുന്നു. അതവർ എത്ര നാള് ആ നിലപാടിൽ നിൽക്കുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. നടക്കുന്നു എന്ന് സാങ്കല്പികമായി ചിന്തിച്ചാൽ പോലും ഇനിയുമുള്ള 2 വർഷം മാത്രം അവശേഷിക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന 336 സ്കൂളുകൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള സഹായം ലഭിച്ചാൽ സ്വാഭാവികമായി ഒരു തുടക്കമെന്ന രീതിയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ ചിലയിടങ്ങളിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. 3 മേഖലകളാണ് ലക്ഷ്മി ഇതിന് ഊന്നൽ കൊടുക്കുന്നത്. ഒന്ന്, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക. രണ്ടാമത്, അധ്യാപകരെ കൂടുതൽ ഈ കാര്യത്തിൽ പ്രാപ്തിയുള്ളവരാക്കത്തരികയിൽ അവരുടെ നിലവാരം ഉയർത്തുക. മൂന്നാമത്, പ്രത്യേകമായിട്ടുള്ള സ്കില്ലുകൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിനായിട്ടുള്ള ആധുനിക തന്ത്രങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ ഈ ലക്ഷ്യങ്ങളെല്ലാം സ്വാഭാവികമായി നല്ലതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിനെ വലുതായി
എതിർക്കുന്നത് പ്രായോഗികമായി യുക്തിക്ക് ചേർന്നതല്ല. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. നമ്മളിവിടെ വളരെ ശക്തമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ആവേശത്തോടുകൂടി ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ എന്താണ്? കേരളത്തിൽ ഒരു കാരണവശാലും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഈ പറയുന്ന പരിഷ്കാരങ്ങൾ ഒന്നും നടത്താൻ ഞങ്ങൾ തയ്യാറല്ല. അതായത് 6 വയസ്സാകുന്നവർക്ക് മാത്രമേ 1-ാം ക്ലാസ്സിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നത് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ്. കാരണം നമ്മൾ LKG UKG എന്നൊക്കെ പറയുന്നത് പോയി അവിടെ 3 വർഷമായിരിക്കുന്നു. 3 വർഷം 3 വയസ്സിൽ പ്രവേശിച്ച കുട്ടി 6 വയസ്സാകുമ്പോൾ മാത്രമേ 1-ാം ക്ലാസ്സിൽ പ്രവേശിക്കാൻ യോഗ്യതയാവുള്ളൂ എന്ന തീരുമാനം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടേതാണ്. അത് ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്ന് പറഞ്ഞ ബഹുമാന്യനായ വി ശിവൻകുട്ടി എന്താണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നമ്മളും ആ സ്കീമിലേക്ക് പോവുകയാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം, ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഒരു ഭാഗത്ത് നിന്ന് എതിർക്കുന്നു എന്ന് പറയുകയും മറുഭാഗത്തൂടെ സൂത്രത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയം ഈ സർക്കാർ അവസാനിപ്പിക്കണം. ഒന്നുകിൽ ആർജവമുണ്ടെങ്കിൽ ഈ സർക്കാർ പറയണം ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം തമിഴ്നാട് പറയുന്നത് പോലെ നടപ്പാക്കാൻ സാധ്യമല്ല. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ കോളേജ് വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറയാം. 4 വർഷ ബിരുദ കോഴ്സുകൾ, ലക്ഷ്മിക്ക് അറിയാമല്ലോ, ലക്ഷ്മി കോളേജിൽ പഠിച്ച ആളാണല്ലോ. 4 വർഷ ബിരുദ കോഴ്സുകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഇവിടെ ഇതാ നടപ്പായി കഴിഞ്ഞിരിക്കുന്നു. ബഹുമാന്യനായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വീറോളം പുരപ്പുറത്ത് നിന്ന് പ്രയോഗിച്ചു, ഞങ്ങൾ ഒരു കാരണവശാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പറ്റില്ല. എത്ര സൂത്രമായിട്ടാണ് ഈ 4 വർഷ ബിരുദ കോഴ്സ്. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് ഇതിന് നിർബന്ധരാകുന്നു? ഈ വി ശിവൻകുട്ടിയായ പൊതുവിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ, ഡോക്ടർ ആർ ബിന്ദുവായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ, ഈ ചുവടുമാറ്റത്തിന്റെ കാരണം ശതകോടികളുടെ സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കിയെങ്കിലേ പറ്റുകയുള്ളൂ എന്ന നിലപാട് കേന്ദ്രം കടുപ്പിച്ചപ്പോൾ ഈ മന്ത്രിമാർക്ക് വേറെ വഴിയില്ലാതെ വന്നു. മന്ത്രിമാർക്ക് എന്ന് പറയുമ്പോൾ ഈ മന്ത്രിസഭയ്ക്കും വഴിയില്ലാതെ വന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ലക്ഷ്മി ഭയക്കേണ്ട, 2 ദിവസത്തിനകം CPI മന്ത്രിമാരും ഇതിന് ഈ പറയുന്ന കാരണഭൂതൻ ഒന്ന് കണ്ണുരുട്ടുമ്പോൾ തീരുമാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.